ഇത് ആരുടെ മുഖം എന്നൊന്നും പ്രത്യേകിച്ച് അത് മോള് അപ്പു അല്ലേ മറ്റേ ആരാ മറ്റേ അപ്പുവിന്റെ ഫ്രണ്ട്. ആ ഓക്കെ അവരുടെ പറഞ്ഞ് ചെയ്യിച്ച് ഇതിരിക്കുന്നല്ലേ. അതങ്ങനെ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ചുമ്മാ ഒരു എന്തായാലും ഷോ അല്ലേ. അതെ അച്ഛനും അമ്മയ്ക്കും മകളെ ഓർത്തും കണ്ടും കിടക്കാലോ. ഓക്കെ അങ്ങനെ നമ്മൾ അവരുടെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. അവരുടെ ഡ്രസ്സിംഗ് ഏരിയ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് മേളിലത്തെ ഒരു ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെയൊക്കെ ശരിക്കും നിങ്ങൾ ഇരുന്ന് സംസാരിക്കാറോ ഇവിടെ എങ്ങനെ ഇരിക്കാറോ ഈ സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാറുണ്ടോ? ഫാമിലി എല്ലാരും കൂടെ വരുമ്പോ ഒരു പക്ഷെ പിന്നെയും ഇരിക്കുന്നുണ്ടാവും. ഓക്കെ ഇനി ഇത് വേറൊരു ബെഡ്റൂം, ഇതേപോലെ തന്നെ വേറൊരു ബെഡ്റൂം. ഇതല്ലേ നമ്മൾ അവിടുന്ന് ബാൽക്കണി കണ്ട ഗസ്റ്റ് ബെഡ്റൂം. ഇതോ വാഷ്റൂം. ഓക്കെ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഗസ്റ്റ് റൂം ആണ് നമ്മുടെ ട്രഷർ ഇരിക്കുന്ന റൂം കേട്ടോ. അവര് പൂട്ടിയിട്ടിരിക്കുന്ന നമ്മളെ കാണിക്കാത്ത മുറി. ഇനി ഇതാ ഇങ്ങോട്ട് വരാം. ഇവിടെ വേറൊരു ഔട്ട്ഡോർ. ഇവിടെയൊക്കെ അത്യാവശ്യം ഒരു ഈവനിങ് പാർട്ടി ഗെറ്റ് ടുഗദർ ഒക്കെ ശരിക്കും ഹാപ്പനിങ് ഒക്കെ അല്ലേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇത്. ഇവിടെയാണോ ചേച്ചി ലോണ്ടറി ഒക്കെ ചെയ്യണേ? അല്ല ആണോ? ഓ താഴെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും. ഓക്കെ നടക്കാൻ പോവാൻ വേറെ എവിടെയും പോണ്ടേ? വീടിനകത്തൂടെ ഒരു ഇത്, വീടിന്റെ പുറത്തൂടെ ഒരു ഇത് ധാരാളമായി. പിന്നെ നിങ്ങൾക്ക് വേറൊരു പുറത്തു പോയി ചെയ്യേണ്ട കാര്യമേ ഇല്ലല്ലോ. ഓക്കെ നല്ല തെങ്ങും നല്ല ഷെയ്ഡും. ഓക്കെ ഇതൊക്കെ ചുറ്റി നമ്മുടെ പ്രോപ്പർട്ടി. ഓക്കെ അപ്പൊ കറൻസി റൂം ഒന്ന് തുറന്ന് കാണാൻ പിന്നെയും ഒരു ആഗ്രഹം എല്ലാരും എപ്പോഴും പറയുന്നുണ്ട് വായിച്ചേട്ടാ. അതിന്റെ സത്യാവസ്ഥ യെസ് ഞാൻ ശരിക്കും പറഞ്ഞാ വായിച്ചു വേഴുമനയുടെ വീട്ടിൽ ഒരു മുറിയിൽ ഒരു രഹസ്യ നിധികളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്താ അതെന്താ നിധിയാണെന്ന് കണ്ടിട്ട് പോട്ടെ. എല്ലാരും പറയുമ്പോ എന്നോട് നിധി എന്താന്ന് കാണാം കേട്ടോ. നിധി ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ കവറിലൊക്കെ ഇട്ടിട്ട്? ഇത് നമ്മുടെ സൂട്ടിന്റെ കവറല്ലേ? സൂട്ടിന്റെ ഒക്കെ കവർ പോലത്തെ. ഇത് നമ്മുടെ ഡ്രസ്സിന്റെ കവറാണല്ലോ. ഇതിലാണോ നിങ്ങൾ പൈസയൊക്കെ വെക്കുന്നത്? പൈസയാണോ നമ്മള് കാണാൻ? ഇതായിരുന്നു എന്റെ എല്ലാരും കണ്ടാണ് പ്രേക്ഷകര് നമ്മുടെ. ഓ ഇത് അവളുടെ എൻഗേജ്മെന്റിന്റെ ഡ്രസ് അല്ലേ? ബ്യൂട്ടിഫുൾ ഡ്രസ് ആയിരുന്നു. നമ്മുടെ ഫാറ്റീഷിന്റെ നൗഷിക. ഓ അവര് ഡിസൈൻ ചെയ്തതാ? അവര് തന്നെയാണ് ഇപ്പൊ വെഡിങ്ങും ഗൗൺ ഡിസൈൻ. ആ നല്ല ഭംഗിയുണ്ടായിരുന്നു ഡ്രസ് കാണാനായിട്ട്. ഇതാണ് നിലവറ. ഇതാണ് ട്രഷർ അല്ലേ? ഓ നല്ല ഡ്രസ് ആയിരുന്നു. അവരാണ് ഇപ്പൊ കല്യാണത്തിന് അവര് തന്നെയാണോ? അവര് തന്നെയാണ് ഡിസൈൻ നേരത്തെ നമ്മള് മുമ്പേ കണ്ട ബാൽക്കണി. ബാൽക്കണി നമ്മള് മുമ്പേ കണ്ടല്ലോ. സെയിം പോവാം. ഓക്കെ അപ്പൊ ഇനി നിലവറ കാണിച്ചില്ല എന്നുള്ള ഇനി ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ആവണ്ട. എന്താണ് നിലവറ? ഇവിടെ വേറെ പെട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് തുറന്നു നോക്കി ഇങ്ങനെയൊക്കെ ഇല്ല ഈ ലൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആരും വിചാരിക്കില്ലല്ലോ. ഈ പറഞ്ഞ ഈ കബോർഡിന്റെ അടിയിലോട്ട് ഒരു ഗോവണി ഉണ്ട്. വെറുതെ അല്ല ഞാൻ ആ ഗോവണി ഗോവണിയിലേക്ക് ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ അന്വേഷിച്ചു വന്ന മുറി. ഇതാണ് മക്കളെ, ഇതാണ് ആ മുറി. ഓക്കെ എനിവേ അതൊക്കെ എന്തായാലും സന്തോഷം. നമ്മള് വേറൊരു നിധി കണ്ടില്ലേ? ഇതിന്റെ മേളിൽ ഒരു ഇതുണ്ട്, അതിപ്പോ കയറുന്നില്ല. പക്ഷെ അവിടെ വർക്ക് കിടക്കാണ്. അവിടെ ഒരു ഹോം തിയേറ്റർ ചെയ്യണം, വലിയൊരു സ്പേസ് കിടക്കുന്നുണ്ട്. അവിടെ ഒരു ഹോം തിയേറ്റർ, അതുപോലെ നെക്സ്റ്റ് ടൈം വരുമ്പോ കാട്ടെ ഹോം തിയേറ്റർ, ഫിലിമിന്റെ ഇരുന്ന് വായിക്കാൻ ബുക്സ്, പഴയ അങ്ങനെ കുറെ സാധനം ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നത്തെ ഫിലിം റോള് അങ്ങനെ. ഞാൻ സിനിമ അതായത് പണ്ടത്തെ ഇതില് സ്പ്രോക്കറ്റ് ആണല്ലോ, കാർബൺ ഒക്കെ വെച്ചിട്ട് ഞാൻ ഓടിക്കുമായിരുന്നു സിനിമ. പിന്നെ സ്വന്തമായിട്ട് തിയേറ്റർ ഒക്കെ ഉള്ള മനുഷ്യൻ ഇതൊക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിലാണ് സാധനങ്ങളെല്ലാം വെച്ചിട്ട് അങ്ങനെ ഒന്ന് ഇത് ചെയ്യണം. അതായത് മേളിൽ ഫുൾ ഒരു ഫ്ലോർ അങ്ങനെ. ഓക്കെ അപ്പൊ അതിനകത്ത് നെക്സ്റ്റ് ടൈം വരുമ്പോ അതും കൂടെ കാണാം കേട്ടോ. ഹോം ടൂർ 2 യെസ് അതെ സെക്കൻഡ് ടൈം വരുമ്പോ എന്തെങ്കിലുമൊക്കെ അത് കല്യാണത്തിന്റെ ഒക്കെ ശേഷം വരാം. ഇതുപോലെ ഇവിടുന്ന് അങ്ങനെ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഒരു സ്പേസ് കിടക്കുന്നുണ്ട്. എങ്ങനെ നടന്നു പോയാൽ അങ്ങനെ അങ്ങ് പോവും. ഇത് മൊത്തം എത്രയുണ്ട് സ്ഥലം? അതൊന്നും അറിയില്ല. കൊള്ളണോ? ഞങ്ങള് വീഡിയോയില് ഫുൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ പറയാം കേട്ടോ. ഇതെല്ലാം സീക്രട്ട് ആണ്. ഇതൊക്കെ ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് എത്ര ഏക്കർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് എത്ര ഏക്കർ? 5ഓ 10ഓ? എല്ലാം ബ്രെയിൻ ഡാഡിയുടെ ആണ്. പക്ഷെ അങ്കിളിനെ കണ്ട പറയില്ലോട്ടോ, ഇന്നും വളരെ സിമ്പിൾ ആയിട്ടാണ് അങ്കിള്. വളരെ സോഫ്റ്റ് സ്പോക്കൺ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ശരിക്കും
ഒരു ഇതും ഇല്ല, ഒരു ജാടയോ. അല്ലെ നമ്മൾ വിചാരിക്കും ഇത്രയും കാശുകാരെന്നൊക്കെ പറയുമ്പോൾ. ഡാഡിയാണ് ഇവിടുത്തെ ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ തന്നെ. മാത്രല്ല വൈശേട്ടന്റെ അച്ഛനാണ് എനിക്ക് തോന്നുന്നു ഈ ഹിസ്റ്ററിയിൽ തന്നെ ഇത്ര അധികം 49 തവണയോ എന്തോ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റോ 40 വർഷം 40 വർഷം അല്ലെ, ആരുമില്ല ഇങ്ങനെ 40 വർഷം പ്രസിഡന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയണത്. അപ്പം ഈ ഒരു നാട്ടില് ഇവർക്കുള്ള ആ ഒരു സപ്പോർട്ട് എത്രയാന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും ഡാഡി ശരിക്കും രാഷ്ട്രീയത്തില് ഞങ്ങൾ ഈ വീടും പരിസരവും ഫുൾ ക്യാപ്ചർ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഇത് ഫുൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഏരിയ കൂടെ നടക്കാൻ ബൈച്ചേട്ടാ, അപ്പോഴാണ് ഈ ചെടികളൊക്കെ കൂടെ നമ്മുടെ ക്യാമറയിൽ പതിയുള്ളൂ. ആ ബൈച്ചേട്ടൻ പറഞ്ഞോ. ഡാഡിയാണ് ഡാഡിയാണ് ഇതെല്ലാം. ഡാഡി ശരിക്കും ഈ ഞങ്ങളുടെ പ്രധാന ബിസിനസ് തിയേറ്റർ വരുന്നതിന് മുമ്പ് ഇപ്പോഴും ഒക്കെ പ്രധാന ബിസിനസ് ചെമ്മിങ്കിട്ടാണ്. ഞാനൊരു ഗ്ലാസ് അതെ എനിക്ക് പറ്റൂല, ഈ വെയിലടിച്ച് ഇപ്പൊ തലവേദനിക്കും. ഡാഡിയാണ് ഇതെല്ലാം ഇത് ചെയ്തത്. പിന്നെ തിയേറ്റർ ഡാഡി ഉണ്ടാക്കി. ഡാഡിക്ക് സിനിമയോടൊക്കെ ഭയങ്കര ഇഷ്ടാ. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ തിയേറ്റർ വരുന്നേ. തിയേറ്റർ വന്ന മുതൽ മൂത്ത മോനല്ലേ? ഞാൻ മൂത്ത മോൻ. എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ബ്രദർ. ഇളയ ബ്രദർ ഇവിടെ ഉണ്ട്. ഈ തറവാട്ടിൽ അവനെ ഇന്ന് കാണാം. ഇവിടെ ഉണ്ടാവും. അച്ഛന്റെ കൂടെ അനിയനും ഫാമിലിയാണ് താമസിക്കുന്നത്. മറ്റേ സിസ്റ്റേഴ്സ് എവിടെയാ ബൈച്ചേട്ടാ? ഒരാൾ എറണാകുളത്ത്, ഒരാൾ തൃപ്പൂണിത്തുറയില്. തൃപ്പൂണിത്തുറ എവിടെയാ? തൃപ്പൂണിത്തുറ അമ്പിളി നഗർ. തൃപ്പൂണിത്തുറ അല്ലേ? അമ്പിളി നഗർ നമ്മുടെ അടുത്ത് തന്നെയാ. ഓ ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ടോ? ഇവിടെ ഇടയ്ക്ക് വന്നിരിക്കും. ഞാൻ എല്ലാ സ്പേസും ശരിക്കും നല്ല സ്ഥലം. ഇവിടെ ഒരു ഊഞ്ഞാലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഊഞ്ഞാലുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നേ. അപ്പൊ അതിൽ ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പൊ ആ പ്ലാവ് ഭയങ്കര ഒന്നാമത് ഭയങ്കര ഇലയും പിന്നെ അതൊരു എന്തോ കൊണ്ട് ഇതായി. പിന്നെ അതങ്ങ് പതിയെ അതിലൊരു ഊഞ്ഞാല ഉണ്ടായിരുന്നു. ഓണത്തിനൊക്കെ ഊഞ്ഞാലാടും അവിടെ. അങ്ങനെ ഒരു പരിപാടിയൊക്കെ അങ്ങനെ വെക്കാറുണ്ട്. അങ്ങനെ പതിവില്ലാത്ത കാര്യം അതുകൊണ്ട് ഇത്രയും ഞാൻ രാവിലെ തന്നെ നടത്തിപ്പിക്കുന്നോണ്ട് ക്ഷീണമായോ? കുട്ടിക്ക് കുറച്ച് ക്ഷീണമാവാം കേട്ടോ. കുട്ടിക്ക് കുറച്ച് ക്ഷീണമാവണം എന്തായാലും. എന്നിട്ട് അപ്പൊ ഇവിടെ ഇതുണ്ട്, ഇതാണ് തിയേറ്റർ. അപ്പൊ അന്ന് വീടാണ്. അപ്പൊ ഇവിടെ രാവിലെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഡോറ് തുറന്ന ഫുള്ള് സിനിമ സൗണ്ടാ. അന്ന് തുറന്നിടും, AC അല്ലല്ലോ. അപ്പൊ ഫുൾ അങ്ങനെ ഞാൻ കേട്ട അത്രയും എനിക്ക് തോന്നുന്നു വേറെ ഇപ്പോഴത്തെ മലയാളത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലും ഉണ്ടാവില്ല. 365 ദിവസവും സിനിമാ നടന്മാരുടെ ശബ്ദം കേൾക്കുക എന്നുള്ള ഒരു ഭാഗ്യം. പിന്നെ എങ്ങനെ സിനിമാ ഭ്രാന്ത് വന്നില്ലെങ്കിൽ പിന്നെ അവിടെ വന്നിട്ട് നമ്മുടെ തിയേറ്ററിൽ നമ്മുടെ മുഖം. ഇത് ഡാഡി ഇരിക്കുന്ന ഓഫീസാ. ഇത് മമ്മിയല്ലേ? അത് മമ്മിയാണ്. ഇതാണ് ഓഫീസ്. ഇത് ഡാഡി ഇരിക്കുന്ന ഓഫീസാണ്. ഇതിനകമാണ് ഓഫീസ്. ബൈച്ചേട്ടന്റെ അമ്മ. അതെ അതെ, ബൈച്ചേട്ടൻ അമ്മയെ പോലെ ഇരിക്കുന്നത്. അച്ഛന്റെ മിക്സ് ഉണ്ടല്ലേ? അമ്മ എല്ലായിടത്തും ഉണ്ട്. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ മുഴുവൻ മമ്മിയും ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ. മമ്മിയുടെ മമ്മി മരിച്ചെന്ന് ഫുള്ള് ഈ ഏരിയ ഫുള്ള് ബ്ലോക്ക് ആയി പോയി എന്നുള്ള അത്രയും ക്രൗഡായിരുന്നു കംപ്ലീറ്റ് വന്നിട്ട്. മമ്മി വന്നാ ഇവിടെ ആര് വന്നാലും ഭക്ഷണം കൊടുക്കാതെ വിടത്തില്ല. അപ്പൊ അത്രയും ഇതായിരുന്നു.